Hello my dear students, welcome to Learner's World. In this video, I talk about questions and answers. And then Gandhi came, part 2, unit 2, words and deeds. Question number 1, what is referred to as the ale powerful monster? അപ്പോൾ പവർഫുൾ മോൺസ്റ്റർ ഏറ്റവും ശക്തനായ രാക്ഷസൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നാണ്. The anger, humiliation and hopelessness felt by the Indian people after World War I was the all-powerful monster and they could not escape from its grip. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനങ്ങൾക്ക് അനുഭവപ്പെട്ട ദേഷ്യം, അവഹേളനം, പ്രതീക്ഷയില്ലായ്മ എന്നിവയായിരുന്നു ആ ശക്തനായ രാക്ഷസൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, what was the impact of the First World War? അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആഘാതം എന്തായിരുന്നു എന്നാണ്. The First World War had a terrible impact on Indian people as they were cut off from the land and could not do any kind of manual or technical work. This resulted in growing unemployment and poverty and the people felt helpless and hopeless. അതായത് ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൽ വലിയൊരു ആഘാതമായിരുന്നു. കൃഷിയിടത്തിൽ നിന്നും അകന്നു പോകേണ്ടി വന്ന അവർക്ക് ഒരു തരത്തിലുള്ള തൊഴിലിലും ഏർപ്പെടാനായില്ല എന്നാണ് പറയുന്നത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഉടലെടുക്കാൻ ഇത് കാരണമായി. അവർ പ്രതീക്ഷയില്ലാത്തവരും നിസ്സഹായരുമായി മാറിയെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ആൻഡ് ദെൻ ഗാന്ധി കെയിം? അതായത് പിന്നീട് ഗാന്ധി വന്നു എന്നതുകൊണ്ട് നെഹ്റു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ദ ഇന്ത്യൻസ് വേർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ് ബിക്കോസ് ഓഫ് ദെയർ ഹെൽപ്ലെസ്നെസ് ആൻഡ് ദേ ഹാഡ് no one to guide them. It was at this point that Gandhi came into their lives and gave them hope and showed them a way out of the darkness. അതായത് പ്രതീക്ഷയില്ലാത്തത് മുന്നോട്ട് നയിക്കാൻ ഒരു നേതാവില്ലാത്തതുമായ അവസ്ഥയിൽ ഇന്ത്യൻ ജനത അന്ധകാരത്തിലായിരുന്നത് പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അവർക്ക് പ്രതീക്ഷ നൽകിയതും. അപ്പോൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതും ഗാന്ധിയാണ്. അതുകൊണ്ടാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എസെൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്? ഗാന്ധിജിയുടെ പ്രചരണത്തിൻ്റെ കാതൽ എന്തായിരുന്നു എന്നാണ്. The essence of his teaching was fearlessness and truth. He wanted all action to be controlled by these values so as to help the common people. He also said that people should not be exploited, especially the peasants and the workers, as this resulted in poverty and misery. അപ്പോൾ നിർഭയത്വവും സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ കാതൽ എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈ മൂല്യങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾ, പ്രത്യേകിച്ച് കർഷകരും തൊഴിലാളികളും ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കാരണം അവരെ ചൂഷണം ചെയ്താൽ ദാരിദ്ര്യവും ദുരന്തവുമായിരിക്കും പരിണിത ഫലം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഡസ് ദ വേർഡ് അഭയ മീൻ? അതായത് അഭയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാണ്. അഭയ മീൻസ് ഫിയർലെസ്നെസ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ജസ്റ്റ് ഫിസിക്കൽ കറേജ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. അഭയ എന്നാൽ നിർഭയത്വം എന്നാണ് അർത്ഥം. അതായത് ശാരീരികമായ ശക്തി മാത്രമല്ല ഇത് ഉദ്ദേശിക്കുന്നത്, മറിച്ച് പേടിയില്ലാത്ത ഒരു മനസ്സിനെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഗാന്ധിജി എക്സോർട്ട് ദ പീപ്പിൾ ടു ഡു? അതായത് എന്ത് ചെയ്യാനാണ് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്? ഗാന്ധിജി എക്സോർട്ടഡ് ദ പീപ്പിൾ നോട്ട് ടു ബി അഫ്രൈഡ്. ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ത്രൂ പുട്ടിംഗ് ഫിയർ ഇൻ ടു പീപ്പിൾ. ഫിയർ ഓഫ് ദ ആർമി, ദ പോലീസ്, ദ സീക്രട്ട് സർവീസ്, ദ ഒഫീഷ്യൽ ക്ലാസ്, ലോസ്, പ്രിസൺ, ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, മണി ലെൻഡർ, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ. ഗാന്ധി വാണ്ടഡ് ടു റിമൂവ് ദിസ് ഫിയർ. അതായത് ഭയപ്പെടാതിരിക്കാനാണ് ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞത്. ജനങ്ങളിൽ ഭയം കുത്തി നിറച്ചത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരണം നടപ്പിലാക്കിയത്. അതായത് പട്ടാളത്തിനോടും പോലീസിനോടും രഹസ്യാന്വേഷണ വിഭാഗത്തോടും നിയമങ്ങളോടും ജയിലിനോടും ജന്മിമാരുടെ കൂട്ടാളിയോടും പലിശക്കാരനോടും തൊഴിലില്ലായ്മയോടും പട്ടിണിയോടുമുള്ള ജനങ്ങളുടെ ഭയം, ഈ ഭയം തുടച്ചു നീക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഗാന്ധിജി ഡു ടു റിമൂവ് ഫിയർ ഫ്രം ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ? അതായത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പേടി അകറ്റാൻ ഗാന്ധിജി എന്താണ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ he told the people not to be afraid. Fear builds its ghosts, which are more fearsome than reality itself. When reality is calmly analyzed and its consequences willing accepted, fear goes away. Suddenly, the black film of fear was removed from the people's minds. The need for falsehood and secretive behavior was lessened. അതായത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേടിക്കരുതെന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. യാഥാർത്ഥ്യത്തേക്കാൾ വളരെ കൂടുതൽ ഭയത്തിൻ്റെ ബാധ ജനങ്ങളെ പിന്തുടർന്നു. യാഥാർത്ഥ്യത്തെ പതിയെ മനസ്സിലാക്കുകയും ഭയത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്തപ്പോൾ ഭയം അവരുടെ മനസ്സിൽ നിന്നും അകന്നു എന്നാണ് പറയുന്നത്. കാപട്യത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും ആവശ്യകതയും കുറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ഗാന്ധിജി കമ്പയർഡ് ടു എ സൈക്കോളജിസ്റ്റ്? അതായത് ഗാന്ധിജി ഒരു മനഃശാസ്ത്രജ്ഞനായി താരതമ്യപ്പെടുത്താനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി വാസ് കമ്പയർഡ് ടു എ സൈക്കോളജിസ്റ്റ് ബിക്കോസ് ഹി brought a psychological change in people. A psychologist probes deep into the patient's past to find out the origins of his complexes. Gandhiji did the same. He probed deep into the minds of Indians and exposed the needlessness of fear. They were made to feel ashamed for accepting an alien rule that had degraded and humiliated them. They were now filled with a desire not to submit to the repressive rule any longer. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു മാനസിക പരിവർത്തനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് ഒരു മനഃശാസ്ത്രജ്ഞനുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത്. അതായത് രോഗിയുടെ സങ്കീർണതകളെക്കുറിച്ച് അറിയുവാനായി അയാളുടെ ഭൂതകാലത്തേക്ക് മനഃശാസ്ത്രജ്ഞൻ എന്തു ചെയ്യും, ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ഗാന്ധിജിയും അപ്രകാരം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഭയപ്പെടാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത തുറന്നു കാണിക്കുകയും ചെയ്തു. ഒരേ സമയം തങ്ങളെ തരം താഴ്ത്തുന്നതും അവഹേളിക്കുന്നതുമായ വിദേശ ശക്തികളുടെ ഭരണത്തിൽ കഴിയേണ്ടി വന്നതോർത്ത് അവർ ലജ്ജിതരായി എന്നാണ് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ട ഭരണത്തിന് കീഴിൽ ഇനിയും കഴിയുകയില്ലെന്ന് അവർ തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ദ ട്രൂത്ത്? അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് യഥാർത്ഥ സത്യം എന്നാണ് പറയുന്നത്. ട്രൂത്ത്സ് ഓർ relative and absolute truth is beyond us. Different persons take different views of truth, and each person is powerfully influenced by his own background, training and impulses. Gandhi believed that truth is what an individual himself feels and knows to be true. അതായത് നമ്മുടെ പരിധികൾക്കപ്പുറം നിൽക്കുന്ന സത്യങ്ങൾ ആപേക്ഷികമാണെന്നാണ് പറയുന്നത്. കുടുംബ പാശ്ചാത്തലവും പരിശീലനങ്ങളും പ്രചോദനങ്ങളും ഒരു വ്യക്തിയെ ഒരുപാട് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യത്തെക്കുറിച്ച് വ്യക്തികൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടായിരിക്കും. ഒരു വ്യക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സത്യം എന്താണോ അതായിരിക്കും അയാളെ സംബന്ധിച്ച് സത്യമായിട്ടുള്ളത് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ദെൻ ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ജനങ്ങളെ ഗാന്ധിജി എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നാണ്. Gandhi influenced the people of India in different degrees. Some people changed completely, some changed only partly. Different people reacted differently, but everyone was influenced one way or the other. അതായത് വ്യത്യസ്ത തലങ്ങളിൽ ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാധീനിച്ചു. ചിലരിൽ പൂർണ്ണമായും മാറ്റം സംഭവിച്ചു, മറ്റു ചിലരിൽ ഭാഗികമായും. വ്യത്യസ്ത രീതികളിലാണ് വ്യത്യസ്ത വ്യക്തികൾ പ്രതികരിച്ചത് എന്നാണ് പറയുന്നത്. എന്നാലും എല്ലാവരിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റങ്ങളുണ്ടായി. Then question number 12. What was the twofold action involved in Gandhiji's exhortation? അതായത് ഗാന്ധിജിയുടെ പ്രബോധനങ്ങളിലെ രണ്ട് വ്യത്യസ്ത തലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. One action involved challenging and resisting foreign rule. The other action involved fighting against our own social levels like untouchability and differentiation of social classes. അതായത് വിദേശ ഭരണത്തിനെതിരെ പൊരുതി നിൽക്കുക എന്നതായിരുന്നു ഒരു തലം. സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലുള്ള വേർതിരിവ്, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്ക് എതിരെ പൊരുതുക എന്നതായിരുന്നു മറ്റൊരു തലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ വിസിബിൾ ചേഞ്ച് ഇൻ ദ വാല്യൂ സിസ്റ്റം ഓഫ് ദ കൺട്രി? അതായത് രാജ്യത്തിൻ്റെ മൂല്യ സംവിധാനങ്ങളിൽ വന്ന പ്രത്യക്ഷമായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഗാന്ധി വാണ്ടഡ് പീപ്പിൾ ടു ഗിവ് അപ്പ് ദെയർ ടൈറ്റിൽസ് ഗിവൺ ബൈ ദ ബ്രിട്ടീഷ്. ഓൾദോ നോട്ട് മെനി people gave up their titles. The prestige associated with the title lessened. The pomp and splendor associated with the Viceroy's court was seen as foolish. Rich men were now not anxious to show off their riches anymore. They adopted similar ways of dressing and became almost indistinguishable from the
കോമൺ പീപ്പിൾ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ നൽകിയ ചില സ്ഥാനങ്ങളും പദവികളും ഉപേക്ഷിക്കുവാൻ ജനങ്ങളോട് ഗാന്ധിജി ആവശ്യപ്പെട്ടു. സ്ഥാനപദവികൾ ഒരുപാട് പേര് ഉപേക്ഷിച്ചില്ലെങ്കിലും ആ പദവികളുടെ മതിപ്പ് കുറഞ്ഞു വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. വൈസ്രോയുടെ കൊട്ടാരവും അവിടുത്തെ പ്രതാപവും ഗാംഭീര്യവും ഒക്കെ വെറും മണ്ടത്തരമായി കാണപ്പെട്ടു. തങ്ങളുടെ പണവും പ്രതാപവും കാണിക്കാനുള്ള പണക്കാരുടെ ഉത്സാഹവും കുറഞ്ഞു തുടങ്ങി. സാധാരണക്കാരിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള സാധാരണ വസ്ത്രധാരണത്തിലേക്ക് വരെ അവർ ചെന്നെത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജി ഇൻ ദ വില്ലേജസ്? ഗ്രാമങ്ങളിൽ ഗാന്ധിജിയുടെ സ്വാധീനം എപ്രകാരമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിജി സെൻഡ് ലീഡേഴ്സ് ടു ദ വില്ലേജസ് ടു അവേക്കൻ ദ peasants. The peasants were shaken up and began to come out of their shell. അതായത് കർഷകരെ ഉയർത്തെണീപ്പിക്കാനായി ഗാന്ധിജി നേതാക്കളെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ചു. കർഷകർ പതിയെ അവരുടെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു തുടങ്ങി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിസ് ഡ്രീം? ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജി കണ്ട സ്വപ്നം എന്തായിരുന്നു? He wanted an India where the poorest should feel that it was their country. They should have an effective voice in the ruling. He wanted India not to have class distinctions. He wanted India to be a place where people lived in perfect harmony. There was no room for untouchability, intoxicating drinks and drugs. Women were to have equal rights with men. അപ്പോൾ ഈ ഗാന്ധിജി കണ്ട ഇന്ത്യ എന്ന സ്വപ്നം എന്തായിരുന്നു എന്നാണ്. അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് തങ്ങളുടെ സ്വന്തം രാജ്യമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഇന്ത്യയാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. ഇവിടുത്തെ ഭരണത്തിൽ അവർക്കും ശക്തമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. സാമൂഹിക വിഭാഗങ്ങളുടെ വേർതിരിവില്ലാത്ത ഒരു ഇന്ത്യ ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. യഥാർത്ഥ ഒത്തൊരുമയിൽ കഴിയുന്ന ജനങ്ങളുള്ള രാജ്യമായിരിക്കണം നമ്മുടെ ഇന്ത്യ. ലഹരി പാനീയങ്ങൾക്കോ ലഹരി മരുന്നുകൾക്കോ തൊട്ടുകൂടായ്മക്കോ സ്ഥാനമില്ലാത്ത ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും തുല്യ അവകാശങ്ങൾ അനുഭവിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ദ എസെൻഷ്യൽ കൾച്ചർ ഓഫ് ഇന്ത്യ? അപ്പം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാതൽ എന്തായിരിക്കണം? Indian culture, according to Gandhiji, is neither Hindu nor Islamic but a fusion of all. Although proud of his Hindu inheritance, Gandhiji tried to give Hinduism a kind of universal attire that included all religions within the fold of truth. He refused to narrow his cultural inheritance. അതായത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരം ഹിന്ദുവിൻ്റേതോ മുസ്ലിമിൻ്റേതോ അല്ല, മറിച്ച് എല്ലാറ്റിൻ്റെയും സമ്മിശ്രമാണ്. തന്നെ ഹിന്ദു പൈതൃകത്തിൽ അഭിമാനം കൊണ്ടിരുന്നെങ്കിലും സത്യത്തിൽ നിലകൊള്ളുന്ന എല്ലാ മതങ്ങളും ഉൾപ്പെടുന്ന ഒരു സാർവത്രികമായ രൂപഭംഗി ഹിന്ദു മതത്തിന് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നിരുന്നാലും സ്വന്തം സാംസ്കാരിക പൈതൃകത്തെ പരിമിതപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ സൈക്കോളജിക്കൽ റവല്യൂഷൻ ദാറ്റ് ഗാന്ധിജി ബ്രോട്ട് അബൌട്ട്? ഗാന്ധിജി കൊണ്ടുവന്ന മാനസിക വിപ്ലവം എന്തായിരുന്നു? സൈക്കോളജിക്കൽ റവല്യൂഷൻ എന്തായിരുന്നു? ഗാന്ധിജി കൊണ്ടുവന്ന സൈക്കോളജിക്കൽ റവല്യൂഷൻ, മാനസിക വിപ്ലവം എന്തായിരുന്നു? ഗാന്ധിജി വാസ് an astonishingly vital man, full of self-confidence and unusual kind of power. He fascinated the masses of India as he stood for equality and freedom of each individual. He attracted them like a magnet. To them, he seemed to link up the past with the future and make the bad present appear as a stepping stone for a future of life and hope. അതായത് അസാധാരണ കരുത്തും ആത്മവിശ്വാസവും ഉണ്ടായിരുന്ന ഗാന്ധിജി ആരെയും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നു. ഓരോ വ്യക്തിക്കും സമത്വവും സ്വാതന്ത്ര്യവും ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് ഭാരതത്തിലെ ജനലക്ഷ്യങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞു. ഒരു കാന്തത്തെ പോലെ ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പുത്തൻ പ്രതീക്ഷകൾ നിറഞ്ഞ ഭാവിയിലേക്ക് തങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന കഷ്ടതകൾ നിറഞ്ഞ വർത്തമാനകാലം എന്ന ചവിട്ടുപടിയായിരുന്നു ഇന്ത്യക്കാർക്ക് ഗാന്ധിജി. I conclude here. Thank you for watching our video. If you are interested, please subscribe.